തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഹോക്കിയിൽ ഇന്ത്യക്ക് മെഡൽ. വെങ്കല മെഡൽ പോരാട്ടത്തിൽ 2-1 ഇന്ത്യൻ വിജയം. നായകൻ ഹർമൻപ്രീത് സിംഗ് ഇരട്ട ഗോളുകൾ നേടി. മികച്ച സേവുകളുമായി ഇന്ത്യയുടെ മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ 13ാം മെഡലാണിത്. പാരീസിലെ ഇന്ത്യയുടെ 4ാമത്തെ മെഡൽ നേട്ടവും. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത്ത് ചേരുകയാണ്. ശരത്ത്, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം. ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ മത്സരം അതിഗംഭീരമായി. സ്പെയിനെതിരെയുള്ള മത്സരത്തിൽ മികച്ച സേവുകളാണ് ഭാരതത്തിന് വിജയം സമ്മാനിച്ചതുമല്ലേ? തീർച്ചയായും കെപ്പി, ഇന്ന് നടന്ന അത്യധികം ആവേശം നിറഞ്ഞ മത്സരത്തിലാണ് ഇന്ത്യ സ്പെയിനെ തകർത്തെറിഞ്ഞത്. കരുത്തരായ സ്പെയിനെതിരെ 2-1 വിജയമാണ് ഇന്ത്യ ഈ ഒളിമ്പിക്സിന്റെ വെങ്കല മെഡൽ പോരാട്ടത്തിൽ സ്വന്തമാക്കി. നമുക്കറിയാവുന്ന പോലെ മത്സരത്തിന്റെ ഗതി പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം ലീഡ് എടുക്കുന്നത് സ്പെയിനാണ്. സ്പെയിൻ മത്സരത്തിന്റെ ആദ്യ ക്വാർട്ടറിൽ നമുക്കറിയാം, ആദ്യ ക്വാർട്ടറിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല. എന്നാൽ അതിനുശേഷം ഇന്ത്യക്ക് മികച്ച സുവർണ്ണ അവസരങ്ങൾ മത്സരത്തിലുണ്ടായിരുന്നു. എന്നാൽ 18ാം മിനിറ്റിൽ സ്പെയിൻ്റെ മിറാലസിലൂടെയാണ് അവർ ആദ്യ ഗോൾ സ്വന്തമാക്കുന്നത്. അതായത് മത്സരത്തിലേക്ക് ഇന്ത്യ ഒരു താളം കണ്ടെത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ സ്പെയിൻ തങ്ങളുടെ ആദ്യ ഗോൾ സ്വന്തമാക്കുന്നു. 1-0 എന്ന നിലയിലാണ് ഇന്ത്യ പിന്നീട് അവിടുന്ന് തിരിച്ചുവരവ് നടത്തുന്നത്. അതിനുശേഷം 2 ഗോളുകളാണ് സ്പെയിൻ്റെ വലയിലേക്ക് ഇന്ത്യ അടിച്ചിടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് നായകൻ ഹർമൻപ്രീത് സിംഗിന്റെ മികവാണ്. താരം ഈ വെങ്കല മെഡൽ പോരാട്ടത്തിൽ നേടിയ 2 ഗോളുകളടക്കം ഈ ടൂർണമെന്റ്, അതായത് ഈ പാരീസ് ഒളിമ്പിക്സിൽ താരം 10 ഗോളുകളാണ് ഇതിനോടകം നേടിയിട്ടുള്ളത്. താരത്തിന്റെ ആ 2 ഗോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ താരം അതായത് പെനാൽറ്റി കോർണർ എടുക്കുന്നതിൽ വിദഗ്ധനാണ്. അപ്പോൾ താരത്തിന്റെ ആ പെനാൽറ്റി കോർണർ മികവ് തന്നെയാണ് ഈ മത്സരത്തിലും ആ ഗോളിന് വഴിവെച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു മികവിലാണ് ഇന്ത്യ 2-1 എന്ന് പറയുന്ന ലീഡിലേക്ക് സ്പെയിനെ തളച്ചിടുന്നത്. 2-1 എന്ന് പറയുന്ന ഒരു മനോഹരമായ മികച്ച ലീഡിൽ ഇന്ത്യ എത്തിയതിനു ശേഷം നിരവധി അവസരങ്ങൾ പിന്നീട് സ്പെയിൻ സൃഷ്ടിച്ചു എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ ഗോൾ മുഖത്ത് നിരന്തരം അപകടം വിതയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു, സ്പെയിൻ ആക്രമണം. എന്നാൽ ആ സ്പെയിൻ ആക്രമണത്തെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് മലയാളികളുടെ അഭിമാനവും അഹങ്കാരവുമായി മാറിയ PR ശ്രീജേഷ് തന്നെയാണ്. താരത്തിന്റെ മികച്ച പ്രകടനമാണ് ടീമിനെ ആ ഒരു വെങ്കല മെഡൽ സ്വന്തം ഷെൽഫിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കുവാൻ ഇന്ത്യയെ സഹായിച്ചത് നമുക്ക് പറയാൻ സാധിക്കും. താരം മികച്ച സേവുകളാണ് ആ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കണ്ടത്. നമുക്കറിയാം, അവസാന നിമിഷങ്ങൾ പരിശോധിച്ചാൽ തുടർച്ചയായി പെനാൽറ്റി കോർണറുകൾ സ്പെയിനിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി ലഭിക്കുന്ന അത്തരം പെനാൽറ്റി കോർണറുകൾ ഇന്ത്യൻ ഗോൾ മുഖത്ത് നിരന്തരം ഒരു അപകട ഭീതി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്യുവാൻ ഇന്ത്യയെ സഹായിച്ചത് പ്രതിരോധത്തിൽ വൻമതിൽ പോലെ ഉറച്ചു നിന്ന PR ശ്രീജേഷിന്റെ മികവ് ഒന്ന് മാത്രമാണ്. താരം മികച്ച സേവുകളാണ് ആ ഒരു പെനാൽറ്റി കോർണറിൽ അടക്കം നടത്തിയത്. താരത്തിന്റെ ഡിഫൻസിൽ താരത്തെ എടുത്തു പറയുന്ന പോലെ തന്നെ ഡിഫൻസിൽ പ്രതിരോധത്തിൽ കളിച്ച എല്ലാ താരങ്ങളെയും നമ്മളിവിടെ അതായത് പറയേണ്ടത് അനിവാര്യമാണ്. കാരണം ഇവരുടെ എല്ലാം ഒത്തൊരുമയുടെ ഗെയിമാണ് ഹോക്കി എന്ന് പറയുന്നത്. കാരണം ഇത്രയും അതൊരു ടീം ഗെയിമാണ്. ടീമിലെ എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനം പുറത്തെടുത്തത്. പക്ഷേ ഇവിടെ ശ്രീജേഷിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. താരത്തിന്റെ അവസാനത്തെ ഒളിമ്പിക്സ് മത്സരം കൂടിയാണ്, രാജ്യാന്തര മത്സരം കൂടിയാണ്. താരം ഇത് തന്റെ അവസാന മത്സരം, താരത്തിന്റെ അവസാന മത്സരമാണ്. അതിനാൽ തന്നെ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെ തന്നെ താരം വിരമിക്കൽ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താരത്തിന്റെ വിരമിക്കൽ മത്സരത്തിന് കൂടിയാണ് ഇന്നത്തെ ഈ വെങ്കല മെഡൽ പോരാട്ടം സാക്ഷ്യം വഹിച്ചത്. അതോടെ താരം, അതായത് ഈ ഒരു നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 2022 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ വെങ്കല മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ നീണ്ട ഒരു ഒളിമ്പിക്സ് ഹോക്കിയിലെ മെഡൽ വരൾച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഒരു മെഡൽ വരൾച്ചയ്ക്ക് ശമനം കുറിച്ച് ഒരു വെങ്കല മെഡൽ സ്വന്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാരീസിലേക്ക് വരുമ്പോൾ ആ ഒരു വെങ്കല മെഡൽ നേട്ടം വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ജർമ്മനിയാണ് വെങ്കല മെഡൽ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ കരുത്തരായ സ്പെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ വരാം. ഇപ്പോൾ ഉജ്ജ്വല വിജയം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച് അഭിനന്ദനം രേഖപ്പെടുത്തുകയുണ്ടായി, അഭിനന്ദനം അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദശകലം കേട്ട് തിരികെ എത്താം. नमस्कार नमस्कार सर। शुक्रिया सर, थैंक यू सर, थैंक यू जी सर। मैं आपको और पूरी टीम को बहुत बहुत बधाई। शुक्रिया सर, थैंक यू। बहुत भारत का नाम रोशन किया आपने। और आपको याद होगा मैंने टोक्यो में कहा था आपको जी सर कि आपने पराजय की पूरी श्रृंखला को तोड़ा है। जी सर। और अब आपके नेतृत्व में और आपकी पूरी टीम के प्रयासों से इस बार भी हमने प्रगति की है। और मुझे पक्का विश्वास है कि अब हॉकी, क्योंकि वो पुराना जो स्वर्णिम काल था वो फिर से आप लोग वापस लेके आएंगे, ऐसा मुझे पक्का विश्वास हो गया है।
जी बिल्कुल सर, बिल्कुल लेके आएंगे सर। थैंक यू सर। हमारे श्रीजय से जी सर, घोषित कर दी है। जी साथ में ही है सर, कर लीजिए सर। हेलो सर। श्रीजय है वहाँ? यस सर, श्रीजेश बात कर रहा हूँ सर। कैसे हो भैया? एकदम बढ़िया सर। आज मुझे कंग्रेचुलेशन सर। बधाई हो आपको। थैंक यू सर, थैंक यू। आपकी कमाल, आपने निवृत्ति घोषित कर दी आखिरी व्यक्ति, यस सर। लेकिन आपको नई टीम तैयार करनी होगी भैया। यस सर, यस सर। देखिए, मैं एक बात तो आज जरूर कहना चाहूंगा, 10 खिलाड़ियों के साथ ब्रिटेन की लड़ाई आपकी, सर मुझे लगता है हिंदुस्तान का हॉकी को समझने वाला हर बच्चा इसको हमेशा याद रखेगा थैंक यू सर, थैंक यू सर। और इसको एक उदाहरण के रूप में माना जाएगा। और मैं मानता हूँ कि दुनिया में भी हॉकी की चर्चा होगी, सर तो ये आपकी क्वार्टर फाइनल के मैच का तो जरूर जिक्र आएगा। थैंक यू सर। थैंक यू सर। और मैं सच बता दूं, अच्छा टीम स्पिरिट भी दिखाई दिया और आपने बिल्कुल जमकर के, और मैं देखा कि एक बार हारने के बाद थोड़ा मोरल डाउन हो जाता है, लेकिन आपने 24 घंटे में फिर से अपने आप को रिकवर करके पूरी ताकत से निकल पड़े आप लोग। यस सर। जी सर। देखिए, देश को बड़ा गर्व हो रहा है आप लोगों पर, और मेरी तरफ से बहुत बहुत बधाई है सबको। थैंक यू वेरी मच सर। सबकी तबीयत तो ठीक है ना? कोई इंजरी नहीं हुई ना? नहीं सर, सब एकदम बढ़िया सर। सब लोग इधर आपको सुन रहे हैं सर, सब खुश है, सब आपका कॉल के इंतजार में था सर। मैं सबको मेरी तरफ से बहुत बहुत बधाई दे रहा भैया। थैंक यू सर। बाबा की जय सर। थैंक यू सर। चलिए सरपंच साहब, बहुत बहुत बधाई फिर से। थैंक यू सो मच सर, थैंक यू सो मच सर। सर नमस्कार। യെസ് ശരത്, രാജ്യം മുഴുവൻ അഭിമാന നിമിഷത്തിലാണ്. സ്പെയിനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ സ്വന്തമാക്കുന്നു. അതും ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ മത്സരം, അതും അതിഗംഭീരമായിരുന്നു. ശ്രീജേഷിന് വിരോചിതമായ യാത്രയപ്പ് തന്നെയാണ് ഹോക്കി ടീം നൽകിയിരിക്കുന്നത്, സുഹൃത്തുക്കൾ നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആശംസിച്ചതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഒന്നാകെയുള്ള വിജയം, അത്തരത്തിലുള്ളൊരു അഭിമാന നേട്ടത്തിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് ഓരോരുത്തരും, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ടെലിഫോൺ സംഭാഷണം തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഹോക്കി ടീമിനെ ഒന്നാകെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കറിയാവുന്ന പോലെ താരം ശ്രീജേഷിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് താരം അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ മത്സരമാണ് മലയാളി താരമായ PR ശ്രീജേഷിന്. നമുക്കറിയാവുന്ന പോലെ തന്നെ 2006 തൻ്റെ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ച PR ശ്രീജേഷ് ഇന്നിപ്പോൾ 2024 18 വർഷങ്ങൾ നീണ്ടുനിന്ന വിരോചിതമായ തൻ്റെ ഇതിഹാസ കരിയറാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. മികച്ച പോരാട്ടങ്ങളാണ് താരം 2006 മുതൽ 2024 വരെയുള്ള ആ ഒരു 18 വർഷ കാലയളവിൽ താരം നടത്തിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2016 റിയോ ഒളിമ്പിക്സിൽ താരം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഒളിമ്പിക്സിൽ. പക്ഷേ അന്ന് ഇന്ത്യൻ ടീമിനെ 8ാം സ്ഥാനത്ത് മാത്രമാണ് എത്തുവാൻ സാധിച്ചത്. എന്നാൽ അതിനുശേഷം നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. അന്ന് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത് മൻപ്രീത് സിംഗ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ അവിടെ ക്യാപ്റ്റനായത് ഹർമൻപ്രീത് സിംഗ് ആണ്. അങ്ങനെ ഹർമൻപ്രീത് സിംഗിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീം സ്പെയിനെയും വെങ്കല മെഡൽ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തുടർച്ചയായ 2ാമത്തെ വെങ്കല മെഡൽ നേട്ടം സ്വന്തമാക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യക്ക് 8 സ്വർണ്ണങ്ങളാണ് ഇതിനു മുമ്പ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. 1 വെള്ളിയും 3 വെങ്കലവുമായിരുന്നു ഈ പാരീസ് ഒളിമ്പിക്സിന് തൊട്ടു മുമ്പ് വരെ ഇന്ത്യയുടെ സമ്പാദ്യം. എന്നാൽ ആ ഒരു 3 വെങ്കലം എന്ന് പറയുന്ന 4ാമത്തെ വെങ്കലമാക്കി ഉയർത്തുവാൻ ഇന്ത്യക്ക് സാധിച്ചു. അങ്ങനെ ഒളിമ്പിക്സിൽ ഇന്ത്യ ഹോക്കിക്കായി ഇതുവരെ 13 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതൊരു ഇനം പരിശോധിച്ചാലും ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും അധികം മെഡൽ നേടുന്ന ഒരു ഇനമായി ഹോക്കി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, വരും ഒളിമ്പിക്സുകളിൽ ഇപ്പോൾ നേടിയ വെങ്കല മെഡൽ തീർച്ചയായും വെള്ളിയോ സ്വർണ്ണമോ ആയി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇവിടെ വിഷമം നൽകുന്ന വാർത്ത എന്നാൽ PR ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ്. ഇനിയൊരു ഒളിമ്പിക്സിൽ താരത്തെ കാണുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിഷമം മാത്രമാണ് ഓരോ ഇന്ത്യക്കാർക്കും ഓരോ മലയാളികൾക്കും ഇനി മുമ്പിലുള്ളത്. അത്തരത്തിൽ താരത്തിന് ഇനി ഇന്ത്യൻ ഗോൾമുഖത്ത് കാണുവാൻ സാധിക്കില്ല. പകരം പുതിയ യുവതലമുറയ്ക്ക് വേണ്ടി താരം വഴിമാറി കൊടുത്തിരിക്കുകയാണ്. ഇനി യുവതലമുറകൾ, അതായത് PR ശ്രീജേഷിന്റെ പകരക്കാരായി ഇനി ആരാണ് ഇന്ത്യൻ ഗോൾമുഖത്തേക്ക് വരിക എന്നുള്ള കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം നമ്മൾ എന്തായാലും ഇന്ന് ശരത്ത് പറഞ്ഞ നോക്കി പോലെ തന്നെയാണ് ഒരു ഇതിഹാസ താരം തന്നെയാണ് ഹോക്കിയിൽ ഭാരതം കണ്ട മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ഇതിഹാസ താരം തന്നെയാണ് കളം വിട്ടിരിക്കുന്നത്, കളം ഒഴിഞ്ഞിരിക്കുന്നതെങ്കിലും വിരോചിതമായ ഒരു യാത്രയെ ഒരു വിടവാങ്ങൽ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നത് നമുക്ക് ഓരോരുത്തർക്കും, മലയാളികൾക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു വസ്തുത തന്നെയാണ്. ശരത്താണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.